ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് എന്ത് ചെയ്യണം എന്നറിയാണ്ട് തുടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് നിന്നപ്പോഴത്തേക്ക് അമ്മ ഒന്ന് ചെന്ന് വീണു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വിചാരിച്ചു വേണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട, മൂവ് മേടിച്ച് സ്പ്രേ ചെയ്താൽ മതി എന്ന് അമ്മ പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വരെ പോയതാട്ടോ. അമ്മയുടെ വാർഡിൽ ഒരാൾക്ക് ചിക്കൻ പോക്സ് വന്നു. അപ്പോൾ അതിൻ്റെ മെഡിസിൻ മേടിച്ചു കൊടുക്കാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ എന്തായാലും റെഡിയായി ഇറങ്ങിയാലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടി ഇറങ്ങി. അത് കഴിഞ്ഞ് അതൊക്കെ മേടിച്ചു കൊടുത്ത് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇരുന്നപ്പോൾ കലേമ വന്നു. കലേമയുടെയൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എണീറ്റപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, സ്മാർട്ട് ബസാർ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടി സ്മാർട്ട് ബസാറിലോട്ട് പോവുകയാണ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല, അതാ സത്യം. കാരണം നമ്മളിങ്ങനെ ലുലുവിൽ സാധനം മേടിച്ചിട്ട് ഇവിടെ ഒന്ന് മേടിച്ചപ്പോഴത്തേക്ക് നമുക്ക് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നില്ല. അതെനിക്ക് തന്നെ അവരിവിടെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഭയങ്കര എവിടെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അമ്മ പപ്പയും അമ്മയും കൂടെ വരുമ്പോഴത്തേക്ക് ലുലുവിന്ന് സാധനം മേടിക്കുക എന്ന് പറഞ്ഞു. അവർ മന്ത്ലി ട്വൈസൊക്കെ ട്രിവാൻഡ്രം വരുമ്പോഴത്തേക്ക് അവർ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് പോവാറ്. അപ്പോൾ വന്ന് സാധനം മേടിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ പ്ലാനൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ ടോപ്പിൽ കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൻ്റെ ഗ്ലാസ് ഒന്ന് മാറ്റണമായിരുന്നു. അങ്ങനെ ഞാൻ അതിനൊക്കെ കൊടുത്തു. അതൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ഡ്രസ്സ് നോക്കി കേട്ടോ. ഡ്രസ്സ് നോക്കിയെന്ന് പറയും എനിക്കുമല്ല അമ്മയ്ക്കുമല്ല, നമ്മൾ വെറുതെ അവിടെ ചുറ്റി നടന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അല്ലാണ്ട് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മുടെ കളക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കളക്ഷൻസും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊന്നും എന്തോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു, 99 ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ടോപ്പൊക്കെ എടുക്കുമ്പോഴത്തേക്ക് 99 റുപ്പീസൊക്കെ ഉള്ളുമായിരുന്നു. ബട്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ടേസ്റ്റ് വേറെയാണ്, അതുകൊണ്ടാവാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു സ്പേസിൽ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആലോചിച്ചോട്ടെ, ഇതെന്താ ഇങ്ങനെ ലീക്കൊക്കെയായിരുന്നു. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടന്ന ആ ലീക്കിലാട്ടോ ചെന്ന് ചവിട്ടിയത്. ഞാൻ വിചാരിച്ചോ ഞാൻ വീണു എന്ന് തന്നെ ഞാൻ വിചാരിച്ചാട്ടോ. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി തിരിച്ച് വരുവാണ്, വീട്ടിലോട്ട് തിരിച്ച് വരുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇവിടുത്തെ സോഡാലയം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സോഡാലയം കുടിക്കാനായിട്ട് കയറിയായിരുന്നു. അടിപൊളി സോഡാലയമായിരുന്നു കേട്ടോ. ഒന്നാണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രിങ്കാണ് സോഡാലയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മിൻ്റൊക്കെ ഇട്ട് തന്നപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. കുറച്ച് നമ്മുടെ പച്ചമുളക് ക്രഷൊക്കെ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രക്ഷയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കട എവിടെയാണ് എന്നെനിക്കറിയത്തില്ല. നമ്മൾ കല്ലമ്പലത്തു നിന്ന് വർക്കല പോകുന്ന റോഡിലാണ് കട വരുന്നത്. കടയുടെ പേരെന്ന് പറയുന്നത് ഇതാണ്, ഓറിയോ കഫേ. ഓക്കെ, അപ്പം നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.